ചെറുകഥയുടെ ബാക്കി ഭാഗങ്ങൾ. നിനക്ക് മനസ്സിലാവില്ല. മൃതശരീരം പോലെ വെറുങ്ങലിച്ചു കിടക്കുന്ന ആരാന്റെ വറ്റിനു മുന്നിൽ നിന്നെഴുന്നേറ്റ് മുറ്റത്ത് വന്ന് കിതപ്പോടെ ഇരുട്ടിലേക്ക് തറച്ചു നോക്കി നിൽക്കുന്ന ചെറുപ്പക്കാരൻ. പ്രതികാരം ചോദിക്കാൻ മുന്നിൽ ശത്രുവില്ല. അതിനാൽ സ്വന്തം മണ്ണിലേക്ക്. ഛെ, ഒരു ഫലിതം പറഞ്ഞതല്ലേ. ഞാൻ വിഷയം മാറ്റി. ഗൗതമൻ സ്വന്തം വിശേഷങ്ങൾ പറയൂ. ഞാനെന്റെ ജോലി മതിയാക്കി തൊട്ടപ്പുറത്ത് പടർന്നു നിൽക്കുന്ന മാവിൻ തണലിൽ ഞങ്ങൾ അഭിമുഖം ഇരുന്നു. ഞങ്ങൾക്കിടയിൽ മൗനം മലയായി. അന്ന് പോയതിൽ പിന്നെ ഗൗതമനെ ഏറെ ദിവസം കണ്ടില്ല. ആദ്യമൊക്കെ കൗതുകത്തോടെ ഞാൻ കാത്തിരുന്നു. ആ ചെറുപ്പക്കാരൻ എപ്പോഴെങ്കിലും വരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. വിചാരങ്ങൾക്ക് ശബ്ദം ലഭിക്കുന്ന അവസരം. പക്ഷെ തുടർച്ചയായി കുറേ ദിവസം ഗൗതമനെ കാണാതിരുന്നപ്പോൾ എൻ്റെ ഔത്സുക്യത്തിൻ്റെ നിറം കെട്ടു. അതിനിടയ്ക്ക് മറ്റൊരു ബാധ്യത കൂടി വന്നുപെട്ടതുകൊണ്ട് സംസാരിച്ചിരിക്കാനുള്ള സമയവും എനിക്ക് കുറഞ്ഞു. തീരെ താല്പര്യമില്ലാതെയാണ് ഞാൻ കനകത്തിന് ട്യൂഷൻ എടുക്കാമെന്ന് സമ്മതിച്ചത്. ഗ്രാമത്തിൽ ഒരു പ്രമാണിയുടെ മകൾ, ഫൈനൽ ഇയർ വിദ്യാർത്ഥിനി. കനകം പോയട്രി പേപ്പറിൽ വളരെ വീക്കാണ്. അവളുടെ അച്ഛൻ ഒരു ദിവസം കയറി വന്നു പറഞ്ഞു, മാഷ് ഒന്ന് സഹായിക്കണം. ഇന്ന്